ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ ഇന്നത്തൊക്കെ ആയിട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ആളുകളുടെ ജോലി നഷ്ടപ്പെടും, അങ്ങനെയൊക്കെയാണ്. ഒരുപക്ഷെ കമ്പ്യൂട്ടർ വന്നപ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്, നമ്മളുടെ ജോലി നഷ്ടപ്പെടും. കമ്പ്യൂട്ടർ വന്നപ്പോൾ ജോലി നഷ്ടപ്പെടുകയല്ല ചെയ്തത്, ജോലി കുറെ കൂടി ഈസി ആവുകയാണ് ചെയ്തത്. മാത്രമല്ല കമ്പ്യൂട്ടർ പഠിച്ച് അതിന്റെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും പഠിച്ച ആളുകൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ AI വരുമ്പോൾ എതിർക്കുന്നതും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. AI എന്താണെന്ന് പഠിക്കുക, AI നമ്മുടെ സാധ്യത എന്താണെന്ന് പഠിക്കുക. കാരണം ലോകത്ത് വരുന്ന ഒരു മാറ്റത്തിന് നേരെയും നമ്മൾ മുഖം തിരിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല. ചെറിയൊരു ഉദാഹരണം പറയാം. പണ്ട് വലിയ ബോർഡുകളൊക്കെ പെയിന്റ് കൊണ്ട് പെയിന്റർമാർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ വരക്കി എഴുതുകയൊക്കെയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഈ പറയുന്ന ഫ്ലെക്സ് ബോർഡ് വന്നു, ഫ്ലെക്സ് അടിക്കുന്ന മെഷീനുകൾ വന്നപ്പോൾ അവരുടെ ജോലി പോയെന്നാണ്. ശരിക്കും അതിൽ ജോലി പോയവര് അപ്ഗ്രേഡ് ചെയ്യാത്തവരാണ്. അതായത് ഫോട്ടോഷോപ്പ് പഠിച്ച് ഇത് എഡിറ്റ് ചെയ്താൽ വളരെ എളുപ്പമായിട്ട് ഈ വെയിലത്ത് നിന്ന് ഇവർ ചെയ്യുന്ന പണി അതിനേക്കാൾ കൂടുതൽ പണം ഒരുപക്ഷെ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങൾക്ക് AC റൂമിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, ഈസി ലൈഫ് കിട്ടുമായിരുന്നു. അപ്ഗ്രേഡ് ചെയ്യണം, അത്രേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ AI വരുമ്പോഴും നമ്മൾ ഇത്രയും ചെയ്താൽ മതി, അപ്ഗ്രേഡ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ എന്ത് വരുന്നോ അതിനെ എത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ നിർത്താം. നമ്മൾ ഇപ്പോ 5 രൂപയുടെ ഒരു മുട്ടായി വാങ്ങിക്കാൻ, 2 രൂപയുടെ മുട്ടായി വാങ്ങിക്കാൻ പോലും ആൾക്കാർ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേ എല്ലാ കടകളിലുമായി, എല്ലാ കടകളിലും. മാത്രമല്ല മീൻ കച്ചവടം ചെയ്യുന്ന, വഴിയിൽ നിന്ന് പച്ചക്കറി വിൽക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ഗൂഗിൾ പേ ആണ്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഈ QR സ്കാൻ ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇത് വളരെ കുറച്ച്, ഏതാണ്ട് 5 വർഷം കൊണ്ട് നടന്ന ഒരു പ്രോസസ്സാണ്. സോ മാറ്റത്തെ അംഗീകരിക്കുക, മാറ്റം ആദ്യം നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുക. സോ നമ്മളായിരിക്കും ലോകത്തിന്റെ രാജാവ്. Thank you. Be a part of Dreampreneur community. Life never be the same again.